നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, തൊഴിൽ അല്ലെന്നുണ്ടെങ്കിൽ പഠനം, അതല്ലെങ്കിൽ ബിസിനസ്, ഏതുമാവട്ടെ, ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് വിശ്വാസപൂർവം വെളുപ്പിനെ ഒരു 5 മണി മുതൽ ഒരു മണിക്കൂർ 6 മണി വരെ മുടക്കമില്ലാതെ ഗായത്രി മന്ത്രജപം നിത്യവും നമ്മൾ അത് കൈകാര്യം ചെയ്താൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതായിരിക്കും. നമ്മൾ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് തേടി നമ്മൾ കണ്ട പൂജകളായാലും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകും. ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഈശ്വര ചൈതന്യത്തെ നിലനിർത്തണം എന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ വേദമന്ത്രങ്ങളാൽ മുഖരിതമായിട്ടുള്ള, പ്രത്യേകിച്ച് ഋഗ്വേദം സംബന്ധിച്ച്, ഋഗ്വേദങ്ങളിലൊക്കെ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള കാര്യങ്ങളും അതിശക്തമായിട്ടുള്ള ചൈതന്യവും ഗായത്രി ദേവിയുടെ അനുഗ്രഹത്താൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ മന്ത്രം തന്നെ അറിയാമല്ലോ, ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സവിതാവായ സർവേശ്വരി ശ്രീ പരമേശ്വരി ദേവി, സരസ്വതി, മറ്റുള്ള എല്ലാ ദേവീ ദേവ വൈഭവ ചൈതന്യങ്ങളും ഒന്നിനെ ഒന്നുകൊണ്ട് ഖണ്ഡിച്ചു കൊണ്ടുവന്ന് നിർത്തി യോജ്യമാവാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രത്തോളം ശക്തിമത്തമായിട്ടുള്ള വേദങ്ങളിലേക്ക് വളരെ ദ മോസ്റ്റ് പവർഫുൾ ഓഫ് മന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രത്തോളം ചൈതന്യമുള്ളത്. അപ്പോൾ ഞാനിത് ഇന്ന് വീഡിയോയിൽ ഇത് പറയാൻ കാരണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മിക്ക ആളുകളും പോയി ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും, ദൂരനാട്ടിലെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് പോകുന്ന ആളുകൾക്ക് തിരിച്ച് ഈ വഴിപാടുകൾ ചെയ്യാനായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് വീണ്ടും തിരികെ ചെയ്യുന്നവരായിട്ടുള്ള മുടക്കങ്ങളും, അതിലുപരി അതിൻ്റേതായിട്ടുള്ള മറ്റ് തടസ്സങ്ങളും, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വന്നപ്പം ക്ഷേത്ര വഴിപാടുകൾ കൂടാതെ എന്തുകൊണ്ട് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മന്ത്രസിദ്ധി പറഞ്ഞു കൊടുത്താൽ എന്താണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഓരോ ദേവന്മാർക്ക് മൂലമന്ത്രവും അതിൻ്റെ ധ്യാനങ്ങളും പ്രത്യേകവും. അപ്പോൾ അതൊക്കെ എന്താണ്, അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സങ്കല്പങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാവാതെ അത്തരം കാര്യത്തിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കൈകാര്യം ചെയ്യും. അതിന് ശേഷം അതെല്ലാം നമ്മൾ നിർത്തിവെക്കേണ്ടതായിട്ട് വരും. അതിലുപരി ഇത് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് സ്വതന്ത്രമായിട്ടും സ്വസ്ഥമായിട്ടും സമയം കണ്ടെത്തി മറ്റൊരു വ്യക്തിയെ ബോധിപ്പിക്കാത്ത വിധം നമ്മളുടെ മനസ്സിനകത്ത് മനനം ചെയ്ത് അതിനെ തിട്ടപ്പെടുത്തിയെടുത്ത് ആ ചൈതന്യത്തെ ശരീരത്തിനകത്ത് ഒബ്സർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് എപ്പോഴാണോ ഒരാവശ്യം വരുന്നത്, നമുക്ക് വിഷമം വരുന്ന സമയത്തായാലും അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്തായാലും അതിൻ്റെ തക്ക വിധേയനം നമ്മളെ കൺട്രോൾ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ഈ ഗായത്രി ദേവിക്കുണ്ട്. അപ്പോൾ ഗായത്രി ദേവിയുടെ ശിഷ്യത്വം സ്വീകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഗായത്രി ദേവിയെ ഉപവസിച്ച് ഗായത്രി ദേവിയെ
നമ്മൾ സ്മരിച്ച് നിത്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഗായത്രീ ദേവിയായ സാക്ഷാൽ സത്യസ്വരൂപിണിയായ ദേവിയെ മനസ്സിൽ നിത്യവും സ്മരിച്ചും ധ്യാനിച്ചും നമ്മൾ മുമ്പോട്ട് പോയാൽ അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബിസിനസ്സിനായാലും അതല്ല മറ്റേത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും നമുക്ക് എന്താണോ ഒരു വിഷമഘട്ടത്തിൽ ദൈവഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യവും നമുക്ക് ഈ മന്ത്രധ്വനികളിൽ നിന്ന് നമുക്ക് ഉണ്ടായിരിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. ആദ്യമൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഉച്ചാരണ ശുദ്ധി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതായിട്ട് വരും. അല്ലെങ്കിൽ അതിൻ്റെ ശുദ്ധി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വിഘ്നക്കേടുകൾ വരും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇതൊക്കെ ഗുരുപദേശങ്ങളിൽ നിന്ന് സ്വീകാര്യമായിട്ട് പോകണം എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് മനസ്സിൽ നമ്മളൊരു കാര്യം ചിന്തിച്ച് അത് പഠിച്ച് മുന്നോട്ട് പോയാൽ പിന്നീട് അവിടെ അതിനൊരു അംഗഭംഗക്കേടും വരുത്തില്ല. ഈ മന്ത്രം മനസ്സിൽ തന്നെ മനനം ചെയ്യുക. മനസ്സിൽ നിത്യവും ജപിച്ച് നമ്മൾ ഗായത്രി ദേവിയുടെ ഉപാസകിയായിട്ട് മാറുക. നമ്മൾ ചെയ്യുന്ന ജോലിക്കായാലും അതിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളായാലും മറ്റ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഏതുമാവട്ടെ അതിലെല്ലാം സാക്ഷാൽ മൂകാംബിക അമ്മ സത്യസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹ കൃപാകടാക്ഷം ഉണ്ടായിരിക്കും. അതിലൊരു സംശയവുമില്ല. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മന്ത്രം വെള്ള പേപ്പറിൽ എഴുതി വെച്ച് വെളുപ്പിനെ മറ്റ് പ്രാഥമിക കർമ്മകാര്യങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഗായത്രി ജപം ഒരു 108 പ്രാവശ്യം ഗായത്രി ജപിക്കാൻ പറ്റിയ അത്രയും നല്ലത്. അതിലുപരി മേളിലോട്ട് എത്ര ജപിക്കാൻ പറ്റിയ അതിനേക്കാളും നല്ലത്. കൂടുതൽ നേരം ഇരുന്ന് ജപിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് ഒരു 21 പ്രാവശ്യമെങ്കിലും ജപിച്ച് അത് മുഷവാക്കാം. അങ്ങനെ നിത്യപാരായണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഓജസ്സും തേജസ്സും ഒരിക്കലും നശിക്കാത്ത വിധം ദേവിയുടെ കൃപാകടാക്ഷം നമ്മളിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഉപരി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ പോലും മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്നതായിട്ടുള്ള അനുഗ്രഹകല ആ ദേവി മന്ത്രത്തിൽ നിന്ന് നമുക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ കടബാധ്യതകളൊക്കെ തീരാൻ ഈ ഒരു മന്ത്രം അത്യുത്തമം തന്നെയാണ്. കാരണം എല്ലാ ദേവീ ചൈതന്യന്മാർക്കും ഇപ്പോൾ ഈ മന്ത്രധ്വനികളിൽ നിന്ന് വേണം അങ്ങോട്ട് കടക്കാനായിട്ട്. അപ്പം എത്ര ഇനി വലിയ ലക്ഷങ്ങൾ ചിലവാക്കി പൂജ നടത്തിയാൽ അതിലുപരി നമ്മൾ ഈ നിത്യജപത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കർമ്മം ഇത് രണ്ട് തലങ്ങളിലാണെങ്കിൽ തന്നെയും മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, സങ്കല്പങ്ങൾ കൊണ്ട് ചെയ്യുന്നത് മാത്രേണ പരമശിവ, അതായത് സങ്കല്പം മാത്രേണ പരമശിവ, സങ്കല്പം മാത്രം മതി അത് പരബ്രഹ്മത്തിന് തുല്യമായി മാറാൻ. അപ്പോൾ സർവോപരി സർവമയ സത്യസ്വരൂപിണിയായ സവിധാവായ ബുദ്ധിവൈഭവത്തിലുള്ള ദേവിയായ ശ്രീ മഹാദേവിയുടെ അനുഗ്രഹ കൃപാകടാക്ഷം ഗായത്രി ദേവിയിൽ നിന്ന് നമ്മൾക്കെല്ലാം ഉണ്ടാവട്ടെ. ഇത് നിത്യവും ജപിക്കാൻ ദേവി കൃപാകടാക്ഷം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഇത് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ മാറ്റഗതികളും മറ്റു കാര്യങ്ങളും.